അപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റാർ ഓൺ ഇസഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി എന്നുള്ളതാണ്. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി എന്ന് എടുക്കുമ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യും, പ്രശ്നമൊന്നുമില്ല. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് അതിൻ്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്, അതും ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇൻവേഴ്സ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 3 എലമെന്റ് ഓഫ് ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/3 എന്ന് പറയുന്നത് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഇസഡ്. അപ്പം 3 element of Z does not have an inverse. ഏതെങ്കിലും ഒരു എലമെന്റ് ഇൻവേഴ്സ് ഇല്ല എങ്കിൽ G3 സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കാണിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് 3, നിങ്ങൾ 3ഓ 5ഓ -1ഓ ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പൊ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1/3 ആണ് ഇൻവേഴ്സ് വരേണ്ടത്, 1/3 ഇല്ല. സോ G3 ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. Therefore G3 ഈസ് not satisfied. Therefore it is not a group. ഇനി സെക്കൻഡ് വൺ ആണ് 2Z is equal to set of all 2n where n element of Z. അത് ഗ്രൂപ്പ് ആണോ അല്ലയോ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇത് സെറ്റ് ഓഫ് ദിസ് ഈസ് ദ സെറ്റ് ഓഫ് ഈവൻ ഇൻഡിജേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഈവൻ ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഈവൻ ഇൻഡിജേഴ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് അഡീഷൻ എടുക്കുന്നത്. അപ്പം എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എന്താണ്? എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളതല്ലേ. അപ്പൊ നമുക്ക് ഇൻഡിജേഴ്സ് ആണ്, ഇതിനകത്തെ നമ്പറുകളെല്ലാം ഈവൻ ഇൻഡിജേഴ്സ് ആയതുകൊണ്ട് ദിസ് ഈസ് സെയിം ആസ് എ പ്ലസ് ബി പ്ലസ് സി. അഡീഷൻ ഓഫ് ഇൻഡിജേഴ്സ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഇതെന്ന് പറയുന്നത് എന്താണ്? എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പൊ ഇവിടുത്തെ അഡീഷൻ ആയതുകൊണ്ട് ഇവിടെ സ്റ്റാർ ഇടണമെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് അഡീഷൻ ഇട്ടാലും മതി. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 0 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ഇസഡ. കാരണം 0 ഈസ് ഈക്വൽ ടു 2 into 0 എലമെന്റ് ഓഫ് ഇസഡ് ആണ്. 0 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് ഇസഡിലെ എലമെന്റ് ആയതുകൊണ്ട് 2 into 0യും ഇതിന്റെ അകത്തെ എലമെന്റ് ആയതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ഇനി നമുക്ക് ഇൻവേഴ്സ് ആണ്. കറസ്പോണ്ടിങ് ടു ഈച്ച് 2n എലമെന്റ് ഓഫ് ഇസഡ് there exists 2 into -n എലമെന്റ് ഓഫ് ഇസഡ് അല്ലെ. n എലമെന്റ് ഓഫ് ഇസഡ് ആകുമ്പോൾ -n എലമെന്റ് ഓഫ് ഇസഡ്. അപ്പൊ 2n എലമെന്റ് ഓഫ് ഇസഡ് ആകുമ്പോൾ there exists -2 into -n എന്ന് പറയുന്നത് -2n element of Z. Therefore G3 എക്സിസ്റ്റ് ചെയ്യും. അപ്പം G3 സാറ്റിസ്ഫൈ ചെയ്യും, G2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, G1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore it is a group. അതൊരു ഗ്രൂപ്പാന്ന് പറയാൻ പറ്റും. അടുത്തത് എ സ്റ്റാർ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി എന്നുള്ളതാണ്. അപ്പൊ റൂട്ട് ഓഫ് എ ബി എടുക്കുമ്പം നമുക്ക് നമ്പേഴ്സ് ഇപ്പം എളുപ്പത്തിന് ഞാൻ സ്ക്വയർ റൂട്ടൊക്കെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് നമ്പേഴ്സ് 4ഉം 16ഉം എടുത്തു. ഇനി നമുക്ക് വേറൊരു നമ്പറും കൂടെ എടുക്കാം. ജസ്റ്റ് 3 നമ്പേഴ്സ് എടുത്തുള്ളത് സ്ക്വയർ റൂട്ട് എടുക്കാൻ എളുപ്പമുള്ള 2 നമ്പേഴ്സ് എടുത്തുള്ളത് ഏത് 3 നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി 3 നമ്പർ എടുത്തു, 4ഉം 16ഉം 18. ഇത് നമ്മൾ 4 സ്റ്റാർ 8 സ്റ്റാർ 16 എടുക്കാം. 4 സ്റ്റാർ 8 സ്റ്റാർ 16 ബൈ ഡെഫിനിഷൻ എന്താണ്? 4 into 8ന്റെ സ്ക്വയർ റൂട്ട് സ്റ്റാർ 16 എന്ന് പറയും. 4 8s are 32 റൂട്ട് 32 സ്റ്റാർ 16 എന്ന് പറയും. റൂട്ട് 32 നമുക്ക് 2⁵ ആയതുകൊണ്ട് അത് 4 into 4 into 2 ആണ്. അപ്പൊ 4 root 2 എന്ന് എടുക്കാം അല്ലെ. 32നെ നമുക്ക് 16 into 2 ആണ്. 16ന്റെ സ്ക്വയർ റൂട്ട് 4. അപ്പോൾ 4 root 2 സ്റ്റാർ 16 എന്ന് വരും. അപ്പോൾ 4 root 2 സ്റ്റാർ 16 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 4 into root 2 into root 2 into 16 എന്ന് വരും. 4 into root 2 into 16 എ ബിയുടെ സ്ക്വയർ റൂട്ട്. അപ്പോൾ 4 root 2 16. അപ്പോൾ 64 root 2ന്റെ റൂട്ടാണ്. അപ്പോൾ എന്ത് വരും? 64 root 2ന്റെ റൂട്ട് എന്ന് പറയുമ്പം 8 root 2 root 2 എന്ന് വരും. 2 ടൈംസ് റൂട്ട് എടുക്കണം 2. 8 root 2 root 2 എന്ന് വരും. ഇനി 4 സ്റ്റാർ 8 സ്റ്റാർ 16നെ നമ്മൾ 8 സ്റ്റാർ 16 ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ 4 സ്റ്റാർ
16 ഇൻറ്റു 8 വരും. 8 ചെയ്യുമ്പോൾ 6 8 ആർ, അപ്പോൾ നമുക്ക് 16 ഇൻറ്റു 8 എന്ന് തന്നെ എടുക്കാം. 16 ഇൻറ്റു 8. ഇനി 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. ഇതിൻ്റെത് 2 റൂട്ട്. അപ്പോൾ 4 സ്റ്റാർ 4 ഇൻറ്റു 2 8 റൂട്ട് 2 എന്ന് നമുക്ക് എടുക്കാം. 16 ഇൻറ്റു 8ന്റെ സ്ക്വയർ റൂട്ട് 16 ഇൻറ്റു 8ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ചെയ്യുമ്പം 2⁴ ഇൻറ്റു 2�3 ആണ്. അപ്പോൾ 2�6 ഇൻറ്റു 2 വരും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും 8 റൂട്ട് 2 വരും. അപ്പോൾ 4 സ്റ്റാർ 8 റൂട്ട് 2 ആണ്. അത് നമ്മൾ ചെയ്യുമ്പം 4 ഇൻറ്റു 8 ഇൻറ്റു റൂട്ട് 2 എന്ന് വരും. 4 ഇൻറ്റു 8 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുമ്പോഴത്തേക്കും 32 റൂട്ട് 2 ആണ്. 32 റൂട്ട് 2 എന്ന് പറയുമ്പം 32നെ നമുക്ക് 16 ഇൻറ്റു 2 എന്ന് എടുക്കാം. അപ്പോൾ 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് 2ൻ്റെ 2 ടൈംസ് വരും. അപ്പോൾ 4 റൂട്ട് 2 റൂട്ട് 2, ഇത് 8 റൂട്ട് 2 റൂട്ട് 2, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഈ നമ്പർ തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 4 സ്റ്റാർ 8 സ്റ്റാർ 16 നോട്ട് ഈക്വൽ ടു 4 സ്റ്റാർ 8 സ്റ്റാർ 16. Therefore, G1 is not satisfied. G1 is not satisfied. ഫോർത്ത് വൺ ജസ്റ്റ് ചെയ്താൽ മതി, കാരണം അത് ഗ്രൂപ്പാണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പം എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ക്യൂ ഗ്രൂപ്പാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് കാണിക്കുക. അപ്പം നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ ബി സ്റ്റാർ സി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എ ബി സി. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എ സ്റ്റാർ ബി സി എന്ന് എടുക്കാം. എ സ്റ്റാർ ബി സി നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി. therefore അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. 1 എലമെന്റ് ഓഫ് ക്യൂ ആണ്. therefore ഐഡന്റിറ്റി എക്സിസ്റ്റ്. ഇനി കറസ്പോണ്ടിങ് ടു ഈച്ച് പി ക്യൂ എലമെന്റ് ഓഫ് ക്യൂ, പി ക്യൂ വിത്ത് പി കോമ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ ക്യൂ ബൈ പിയും എലമെന്റ് ഓഫ് ക്യൂ ആണ്. therefore ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെന്റ് എക്സിസ്റ്റ്. ക്യൂ നോൺ സീറോ എലമെന്റ്, ക്യൂവിലെ ഒരു നോൺ സീറോ എലമെന്റ് എടുത്താൽ അതിന്റെ റെസിപ്രോക്കലും ക്യൂവിലുണ്ട്. therefore ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെന്റ് എക്സിസ്റ്റ് ഇൻ ക്യൂ. therefore it is a group. ഈ ലാസ്റ്റ് വൺ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി ഇൻ ആർ സ്റ്റാർ. ആർ നോൺ സീറോ റിയൽ നമ്പേഴ്സിന്റെ കേസിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി എന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇനി നമ്പേഴ്സ് 3 5 6 എടുക്കാം. അപ്പം 3 സ്റ്റാർ 5 സ്റ്റാർ 6 നമ്മൾ ആദ്യം 3 സ്റ്റാർ 5 ചെയ്യുമ്പോൾ 3 സ്റ്റാർ 5 എന്ന് പറഞ്ഞാൽ 3/5 സ്റ്റാർ 6 ആണ്. 3/5 സ്റ്റാർ 6 എന്ന് പറഞ്ഞാൽ 3/5 ഡിവൈഡഡ് ബൈ 6 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3/5 ഇൻറ്റു 6. അപ്പം 1/10 എന്ന് വരും. ഇനി നമ്മൾ 3 സ്റ്റാർ 5 സ്റ്റാർ 6 ചെയ്യാം. അത് ചെയ്യുമ്പോൾ 3 സ്റ്റാർ 5 സ്റ്റാർ 6 എന്ന് പറയുമ്പോൾ 5/6. 3 സ്റ്റാർ 5/6 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 സ്റ്റാർ 5/6 ആയതുകൊണ്ട് നമുക്കത് 3 സ്റ്റാർ 5/6 അല്ല, അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 5/6. അത് 3 ഡിവൈഡഡ് ബൈ 5/6 ആകുമ്പോൾ 3 ഇൻറ്റു 6/5, അപ്പം 18/5 എന്ന് വരും. 18/5 എന്ന് പറയുമ്പോൾ 3.6 വരും. ഇവിടുത്തെ വാല്യൂ 1/10 ആണ്, അത് 0.1 ആണ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇപ്പം 3 സ്റ്റാർ 5 സ്റ്റാർ 6 നോട്ട് ഈക്വൽ ടു 3 സ്റ്റാർ 5 സ്റ്റാർ 6. therefore G1 is not satisfied. It is not a group. ഇനി 6th one, nz is equal to set of all nm where m element of z is a group with respect to addition ആണ് കാണിക്കേണ്ടത്. അപ്പം നമുക്ക് n എന്ത് തന്നെ എടുത്താലും എന്നിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഇതിൻ്റെ അകത്ത് വരും. എന്നിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതുകൊണ്ട് നമുക്ക് രണ്ട് നമ്പേഴ്സ് സം ചെയ്താൽ ഇതിൻ്റെ അത് എന്തായാലും വരും. അപ്പം ബൈനറി ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് G1 നോക്കണം. G1 നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്തെ എലമെന്റുകൾ എന്ന് പറയുമ്പോൾ nm1 nm2
M3 ഇങ്ങനെയല്ലേ ഇതിൻ്റെ അകത്ത് എലമെന്റുകളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബി ആൻ എലമെന്റ് ഓഫ് NZ. NZലെ 3 എലമെന്റുകൾ എന്ന് പറയുമ്പോൾ NM1, NM2, NM3. വേർ M1, M2, M3കളെല്ലാം എന്താണ്? വേർ NZലെ എലമെന്റുകളാണ്. അതിൽ M1, M2, M3 എന്ന് പറയുന്നത് വേർ M1, M2, M3 ആർ ഇൻഡിജേഴ്സ്. M1, M2, M3 ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ നമ്മൾ 3 എലമെന്റുകൾ എടുത്തു. ഇനി NM1 പ്ലസ് NM2 പ്ലസ് NM3 നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പോവാം. NM1 പ്ലസ് NM2 നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്ക് അഡീഷൻ അല്ലേ? അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് ഓർഡറിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു NM1 പ്ലസ് NM2 പ്ലസ് NM3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു NM1 പ്ലസ് NM2 പ്ലസ് NM3. Therefore associative property ഉണ്ട്. ഇനി 0 element of Z implies n into 0 element of NZ implies 0 element of NZ. Therefore identity element exists. Identity element exists. ഇനി നമുക്ക് ഇൻവേഴ്സ് വേണം. ഇനി corresponding to each m element of Z there exists minus m element of Z. അത് നമുക്ക് അറിയാവുന്ന കാര്യം. ഓരോ ഇൻഡിജറിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് -2 ഉണ്ട്, -2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഉണ്ട്. ഓരോന്നിന്റെയും നെഗറ്റീവ് അതിന്റെ അത് തന്നെ കാണും. അപ്പം therefore for nm element of NZ, nm NZ പറഞ്ഞെന്നുണ്ടെങ്കിൽ m എന്ന് പറയുന്നത് ഇസഡിലെ എലമെന്റ് ആയിരിക്കും. ഫോർ nm element of NZ n into minus m will be element of NZ എന്ന് പറയാല്ല. കാരണം m ഇസഡിലുണ്ടെങ്കിൽ മൈനസ് എമ്മും ഇസഡിലുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓരോ എമ്മും ഇസഡിലുള്ളപ്പോൾ മൈനസ് എമ്മും ഇസഡിലുണ്ട്. അപ്പം എന്നും NZൽ പറഞ്ഞെന്നുണ്ടെങ്കിൽ m എന്ന് പറയുന്നത് ഇസഡിലെ എലമെന്റാണ്. m ഇസഡിലെ എലമെന്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൈനസ് എം ഇസഡിലെ എലമെന്റ് ആണ്. അപ്പം n into മൈനസ് എമ്മും NZ വരും. Therefore implies nm element of Z NZ implies minus n into minus m നമുക്ക് minus nm എടുക്കാം. minus nm element of NZ. Therefore each element has an inverse. Each element has an inverse. Therefore NZ is a group with respect to addition.